തീർച്ചയായും വഖഫ് നിയമമനുസരിച്ച് അതിൻ്റെ കീഴിലുള്ള ഭൂമിയാണ് മുനമ്പത്തെ ഭൂമി എന്നാണ് പൊതുവായി വിശ്വസിക്കപ്പെട്ടിരുന്നത്. വഖഫിന് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു മുതലാളി അല്ലെങ്കിൽ ഒരു ഭൂവുടമ വഖഫിന് ദാനം ചെയ്ത ഭൂമി അവർ MES കൊടുക്കുകയും MES അവിടെ വിദ്യാഭ്യാസ സ്ഥാപനം കൊണ്ടുവരാൻ ശ്രമിക്കുകയും അവർക്കതിന് കഴിയാതെ വന്നപ്പോൾ ആ ഭൂമി അവർ മറിച്ച് വിൽക്കുകയും ചെയ്തതാണ് അവസ്ഥ. ഇത് ഒരു നിയമക്കുരുക്കിൽ കിടക്കുന്ന ഒരു വിഷയമാണ്. ഒരു ഘട്ടത്തിൽ ഇത് വഖഫ് ഭൂമിയാണ്, ഇവരെല്ലാവരും ഇവിടുന്ന് ഒഴിയണം എന്ന രൂപത്തിൽ ഒരു വലിയ പ്രചരണമുണ്ടായി. ഇത് നന്നായി ഉപയോഗിച്ച് BJP അവിടുത്തെ ക്രൈസ്തവ ജനവിഭാഗങ്ങളിൽ സ്വാധീനം ചെലുത്താൻ ഒരു ശ്രമം നടത്തി. അത് വർഗീയ സംഘർഷത്തിന്റെ അല്ലെങ്കിൽ വർഗീയമായ ഒരു വിഭജനത്തിന്റെ ഘട്ടത്തിലെത്തിയപ്പോഴാണ് കേരള സർക്കാർ ഒന്നും ചെയ്യാതെ നോക്കി നിന്നത്. ഇറക്കിവിടില്ല എന്നുള്ള ഒരു വാചകം ആവർത്തിക്കുകയല്ലാതെ നിയമപരമായി ഇതിനെന്ത് ചെയ്യണം എന്നവരാലോചിച്ചില്ല. ആ സമയത്താണ് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 10 മിനിറ്റ് കൊണ്ട് ഈ വിഷയം പരിഹരിക്കും എന്ന് പറഞ്ഞു. മാത്രമല്ല കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ ഇവരെ ഒരു കാലത്തും ഇറക്കിവിടില്ല എന്ന തീരുമാനത്തിന് ഒപ്പമുണ്ടായിരുന്നു. ഇവരെ ഇറക്കിവിടില്ല എന്നുണ്ടെങ്കിൽ വഖഫ് എന്ന പേരിലുള്ള അവരുടെ രജിസ്ട്രേഷൻ ഇല്ലാതാക്കി ആ ഭൂമി ഇവരുടെ സ്വന്തം ഭൂമിയായി കൊടുക്കുകയും നികുതി അടയ്ക്കാനും വിൽക്കാനും കെട്ടിടം പണിയാനും ഒക്കെ കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വന്ന് തൊട്ടടുത്ത ദിവസങ്ങളിലാണ് വഖഫ് ബോർഡ്, നിലവിലുള്ള വഖഫ് ബോർഡ്, KS ഹംസ അധ്യക്ഷനായുള്ള വഖഫ് ബോർഡ് ഈ ഭൂമി വഖഫ് പോർട്ടലിൽ എൻട്രി ചെയ്തു. അതായത് ഈ UDF സർക്കാർ വരുന്നത് വരെ ഇത് വഖഫ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നതാണ് സത്യം. അങ്ങനെയെങ്കിൽ ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്നത് രാഷ്ട്രീയ നിയമനമാണ്. CPMന്റെ മുമ്പ് അവിടെ പൊന്നാനി സ്ഥാനാർത്ഥിയൊക്കെ ആയിരുന്ന ഹംസയാണ് അതിന്റെ പ്രസിഡന്റ്. രാഷ്ട്രീയ നിയമനമായൊരു കാര്യത്തിൽ രാഷ്ട്രീയമായി മാറ്റം വന്നാൽ ആ ബോർഡിന്റെ നിലപാടിൽ മാറ്റം വരും. ഇലക്ട്രിസിറ്റി ബോർഡിന്റെ നിലപാടിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബോർഡിന്റെ നിലപാടിൽ മാറ്റം വരുമല്ലോ. കാരണം പുതിയ രാഷ്ട്രീയ യജമാനന്മാർ അവർക്ക് ഇഷ്ടമുള്ളവരെയാണല്ലോ വഖഫിൽ വെക്കുക. അങ്ങനെയാണല്ലോ വഖഫ് ബോർഡ് ഉണ്ടാവുന്നത്. അപ്പൊ തീർച്ചയായും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഘട്ടത്തിൽ നിലവിലുള്ള മന്ത്രിസഭ പോലെ ഒരു കാവൽ ബോർഡ് മാത്രമാണ്. അവരിതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ അവർ വളരെ സമർത്ഥം എന്ന് ഞാൻ പറഞ്ഞത് കുതന്ത്രം എന്ന അർത്ഥത്തിൽ തന്നെയാണ് ഇത് വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തത്. ഇപ്പൊ പറയുന്ന ന്യായമൊന്നും അർത്ഥമില്ല. കാരണം അത് എന്തായാലും ചെയ്യണം എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. അധികാരമില്ല എന്ന് ഉറപ്പായ ഒരു ബോർഡ് എന്തിനാണ് ഇപ്പൊ അങ്ങനെ ഒരു പണി ചെയ്തതെന്നുള്ളൊരു ചോദ്യമല്ലേ? അല്ലെങ്കിൽ അവർ തൂക്കിക്കൊല്ലു, അവർക്കെതിരെ നടപടി ഉണ്ടാവും. ഇക്കാലം അത്രയും രജിസ്റ്റർ ചെയ്യാതെ ഒരു പോർട്ടലിലേക്ക് അവരുടെ അധികാരം കഴിഞ്ഞതിന് ശേഷം രജിസ്റ്റർ ചെയ്ത് കൊടുത്തു എന്ന് പറയുന്നതിൽ ഒരു ചതി മണത്താൽ നമുക്ക് സതീശനെ കുറ്റം പറയാൻ പറ്റൂ. ഇനി ആ പോർട്ടലിൽ നിന്ന് എങ്ങനെ വേർപെടുത്തണം, അതെങ്ങനെ, അതിനുള്ള നിയമക്കുരുക്കുകൾ എന്താണ്, വേർപെടുത്തിയിട്ട് വേണം ഈ പ്രശ്നം പരിഹരിക്കാൻ. കാരണം ഈ ഭൂമിയുടെ ഉടമസ്ഥന്മാരായ MES ഈ ഭൂമിക്ക് അവകാശവാദം ഉന്നയിക്കുന്നതേയില്ല. അതുകൊണ്ട് തന്നെ ഇത് വഖഫിന്റെ ആണ് എന്ന വാദം നിലനിൽക്കില്ല. പക്ഷെ അതിനിടയിലാണ് ഇത് രജിസ്റ്റർ ചെയ്തത്. അങ്ങനെ രജിസ്റ്റർ ചെയ്തതോടുകൂടി വീണ്ടും വേറൊരു വിവാദത്തിലേക്ക് ഇത് എത്തിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇതിനെ വർഗീയ സംഘർഷമായി നിലനിർത്താൻ BJP ശ്രമിക്കുന്നത് പോലെ വഖഫ് ബോർഡ് ശ്രമിച്ചു എന്നതാണ് ഇപ്പൊ നമ്മൾ കാണുന്ന കാര്യം. ഇത് കാത്താണ് BJP നിൽക്കണ കേരളത്തിൽ. ഇടതുപക്ഷം BJP എങ്ങനെ സഹായിക്കുന്നു എന്ന ഒരു തോന്നൽ ഉണ്ടാക്കുന്ന ഒരു നടപടിയാണിത്. എന്താ കാര്യം? ഇപ്പൊ ഇത് ചെയ്തില്ല. UDF സർക്കാർ വന്നിട്ട് ചെയ്തോട്ടെ, ഇനി ആർക്കാ കുഴപ്പം? UDF സർക്കാർ വന്നിട്ട് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അവരുടെ സർക്കാർ നിലപാട് അപ്പൊ നമുക്ക് പറയാലോ, ശരിയല്ല. പക്ഷെ അങ്ങനെ കാത്തുന്നില്ല. പുതിയ സർക്കാർ അധികാരമേൽക്കുന്നതിന് മുമ്പ് സ്ഥാനമൊഴിഞ്ഞ സർക്കാർ നിയമിച്ച ഒരു സമിതി ഇങ്ങനൊരു തീരുമാനമെടുത്തുവെങ്കിൽ അത് ധാർമ്മികമായും നിയമപരമായും തന്നെ തെറ്റാണ്. ഒരു കാവൽ മന്ത്രിസഭയ്ക്ക്, ഒരു കാവൽ ഡിപ്പാർട്ട്മെന്റിന്, ഒരു കാവൽ ബോർഡിന് ഇങ്ങനൊരു തീരുമാനം എടുക്കാനുള്ള അവകാശമുണ്ടോ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്.
അങ്ങനെയാണെങ്കിൽ ഒഴിഞ്ഞു പോണ മുഖ്യമന്ത്രി വേറെ എന്തെങ്കിലുമൊക്കെ കടം വാങ്ങി വെച്ചാൽ നാട്ടുകാർക്ക് പറ്റുമോ? പറ്റില്ലല്ലോ. അതുകൊണ്ട് ആ തീരുമാനം എങ്ങനെ തിരുത്താൻ കഴിയും എന്നത് അതൊരു സങ്കീർണതയായി മാറിയിരിക്കുന്നു. അത് തിരുത്തി പോർട്ടിൽ നിന്ന് ഡീലിംഗ് ചെയ്ത് ഇത് യഥാർത്ഥ ഉടമസ്ഥന്മാരുമായി, സിവിൽ കേസിൽ ഉടമസ്ഥന്മാരുമായി ചർച്ച ചെയ്താൽ, വഖഫ് ബോർഡുമായി ചർച്ച ചെയ്താൽ തീർക്കാവുന്ന ഒരു വിഷയം. ആ വിഷയം തീർക്കരുത് എന്ന നിർബന്ധം LDF-നുണ്ട്. അങ്ങനെ തീർക്കാതിരുന്നാൽ അതിന്റെ ഗുണം LDF-നല്ല കിട്ടാൻ പോകുന്നത് BJP-ക്കാണ്. എന്ന് പറഞ്ഞാൽ BJP-ക്ക് ഗുണം കിട്ടിയാലും UDF-ന് ഒരു പണി കൊടുക്കണം എന്ന് തീരുമാനിച്ച LDF-ന്റെ വഖഫ് ബോർഡിന്റെ പണിയല്ലേ ഇത് എന്ന ചോദ്യം വളരെ പ്രസക്തമാകുന്നു. ആ അർത്ഥത്തിൽ ഒരു തരത്തിലും പരിഹാരം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നു. സതീശനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നീറുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.